വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ടവർ കാണാനുള്ള തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ. ചിക്കനൊക്കെ ഉണ്ട്, നിരത്തിട്ടൊക്കെയാണ്. ചെമ്മീൻ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കോലാലംപൂർ മെട്രോ സ്റ്റേഷനിലാണ് വന്നിട്ടുള്ളത്. പോകാൻ പോകണത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് KLCC പെട്രോണാസ് ട്വിൻ ടവർ, അതായത് 2 ടവർ ഇരട്ട ടവറായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ തൊട്ടടുത്താണ് ഞങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, KL സെൻട്രൽ ആയതുകൊണ്ട് തന്നെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് KL സെൻട്രൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ എളുപ്പമായിട്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി പോകാൻ പറ്റുന്നൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഏത് ടൂറിസ്റ്റ് പ്ലേസിലേക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോണത് ഗൈസ്. അപ്പോൾ നമ്മൾ KLCCക്ക് പോകാൻ LRT മെട്രോ ആണ്. LRT എന്നാണ് ഇതിൻ്റെ പേര്, റാപ്പിഡ് LRT KL സെൻട്രൽ. റെഡ് ലൈനാണ്. നമ്മൾ ദുബായിലൊക്കെ പറയില്ല റെഡ് ലൈൻ ഗ്രീൻ, അതേപോലെ റെഡ് ലൈനാണ്. നല്ല ഇതാണ് LRT. ഇവിടെ നിന്നാണ് നമ്മൾ പോകണത്. ആദ്യം ടിക്കറ്റ് എടുക്കണം, നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുക്കാതെ കാണിച്ചു തരാം. ആദ്യം LRT നമുക്ക് പോകേണ്ടത് LRT ആണ് ട്രെയിന്. നമ്മുടെ ട്രെയിൻ അതാണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ KL സെൻട്രലാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ KL സെൻട്രലിൽ നിന്ന് നമ്മൾ KLCCക്കാണ് പോകേണ്ടത്. 4 സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് KLCC. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ടിക്കറ്റ് വേണം. ഒരു ടിക്കറ്റിന് 2.40 അപ്പോൾ 1 മതി നമുക്ക് എന്തെങ്കിലും കൊടുക്കുക. നമ്മൾ ക്യാഷ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് പറഞ്ഞ മാതിരി ടിക്കറ്റ് വന്നു. നമ്മൾ 3 റിങ്കിറ്റ് കൊടുത്തു. അപ്പോൾ അതിൽ 2.40 ആയത്. ബാക്കി 60 ഒരു ടിക്കറ്റും വന്നിട്ടുണ്ട്. അല്ല സെറ്റാണ്. നമ്മളിത് ഇവിടെ ഓക്കെ ആണ്. നമ്മൾ പ്ലാറ്റ്ഫോം എവിടെ നോക്കണം. പ്ലാറ്റ്ഫോം KLCC പ്ലാറ്റ്ഫോം 1 ആണ്. പ്ലാറ്റ്ഫോം 1 പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മളിത് പ്ലാറ്റ്ഫോം 1-ലുണ്ട്. ടിക്കറ്റ് കിട്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ എത്താറായിട്ടുണ്ട്. 2 മിനിറ്റ് 5 മിനിറ്റ് കൂടുമ്പോഴൊക്കെ ട്രെയിൻ ഉണ്ട് ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് ട്രെയിനാണ്. പ്രത്യേകിച്ച് പ്ലാറ്റ്ഫോം 1-ൽ KLCC ആണ് പ്രധാനപ്പെട്ട ഒരു മെട്രോ സ്റ്റേഷനാണ്. ട്വിൻ ടവറൊക്കെ വരുന്നതാണ്. അവിടേക്കാണ് നമ്മൾ യാത്ര. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലേഷ്യക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ പ്ലാറ്റ്ഫോം 1-ൽ 2 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യുക, ട്രെയിൻ ഇപ്പോൾ വരും. 1 മിനിറ്റ് ആയിട്ടുണ്ട്, വെയിറ്റിംഗ് ആണ്. വരുന്നുണ്ട് ട്രെയിൻ കാണാം നമുക്ക്. നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ട്രെയിനിൽ കയറണം. ഗൈസ് നമ്മളിപ്പോൾ അങ്ങനെ KLCC മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതിൻ്റെ പുറത്തിറങ്ങണം. മെട്രോ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയാൽ നേരെ നമ്മൾ പോകുന്നത് ഈ പറഞ്ഞ മാതിരി ട്വിൻ ടവറിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് ഇറങ്ങാം. യെസ് ഗൈസ്, ഫൈനലി നമ്മൾ പോകാൻ പോണത് അപ്പോൾ KLCCയിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നമ്മൾ പോകാൻ പോണത് പെട്രോണാസ് ട്വിൻ ടവർ. യെസ് ഗൈസ്, നമ്മളെത്തിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് KLCC ട്വിൻ ടവറിൻ്റെ അടുത്താണ്. ട്വിൻ ടവറിൻ്റെ നേരെ താഴത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഗൈസ് ഇതാണ് ട്വിൻ ടവർ. ട്വിൻ ടവറിൻ്റെ നേരെ താഴെയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ നല്ല വലുപ്പമുണ്ട് കാണാൻ. ഇവിടെ H&Mൻ്റെ ഷോറൂമൊക്കെ ഉണ്ട് കേട്ടോ. H&M
നല്ല ഹൈറ്റാണ്. ബുർജ് ഖലീഫയുടെയൊക്കെ പോലെ തന്നെയാണ്. പക്ഷേ അത് കാരണം നല്ല നീളമുണ്ട്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത ഇത് 2 ബ്രിഡ്ജാണ്. 2 ബ്രിഡ്ജ് പറഞ്ഞ മാതിരി ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഇതിൻ്റെ മെയിൻ കാഴ്ച ഇതിൻ്റെ അതായത് നല്ല ഒരു വലിയ കാഴ്ചയൊക്കെ ഉണ്ട്. അതായത് വലിയ കാഴ്ച എന്ന് പറയുമ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ അതൊന്ന് എൻട്രൻസ് ഫ്രീ ആണ്. ഇവിടേക്ക് വരാണ്ട് ഈ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നടന്നു പോണത് എവിടേക്കാന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മൾ നടന്നു പോകണ എവിടേക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ ട്വിൻ ടവറിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കാണ്. അതായത് ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഭാഗമാണ്. മാത്രമല്ല ഇവിടെ വന്നൊരു പ്രത്യേകം നമുക്ക് എൻട്രൻസ് ഫ്രീ ആണ്, ഫീസൊന്നുമില്ല. നമ്മൾ ബുർജ് ഖലീഫയിൽ പോയവർക്കൊക്കെ അറിയുണ്ടാവും, മെട്രോ നേരെ ബുർജ് ഖലീഫയ്ക്ക് ഉണ്ട് മെട്രോ. അതേപോലെ തന്നെയാണ് ഇവിടെ നേരെ മെട്രോ ഈ KLCC ടവറിൻ്റെ മുന്നിലേക്കുണ്ട്. KL സെൻറ്ററിൽ നിന്നുണ്ട്. റെഡ് ലൈനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. KLCC മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നേരെ മുന്നിലേക്കാണ്, അതായത് ഈ കെട്ടിടത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ വരുന്നത്. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. വൈകുന്നേരം ആയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ തിരക്ക് കൂടും രാത്രിക്കൊക്കെ ആകുമ്പോഴത്തേനും. അപ്പോൾ ഞാനിപ്പോൾ അത് കാണിച്ചു തരാൻ പോവുകയാണ്. അതിൻ്റെ ഫ്രണ്ടിലേക്ക് എങ്ങനെ എത്തിയിട്ടുണ്ട്. യെസ് ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇവിടേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പകൽ സമയത്ത് വരിക, നല്ല കാഴ്ചകൾ നമുക്ക് ഇതേമാതിരി കാണാൻ പറ്റും. പിന്നെ രാത്രി ഷോകളുണ്ട്, കുറച്ച് ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബുർജ് ഖലീഫയൊക്കെ അല്ല, അതേമാതിരി ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഷോപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം, ഫ്രീ ആണ്, ഒരു പ്രശ്നമല്ല. അതായത് അവിടെ മേലെ ഞങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിൻ്റെ ബ്രിഡ്ജ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോവുക ചെയ്യുക. പക്ഷേ അവിടേക്ക് ടിക്കറ്റ് ഉണ്ട്. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ പറ്റും. പിന്നെ ഇവിടെ വാട്ടർ ഷോ, വെള്ളത്തിൻ്റെ ഷോകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പറയുമ്പോഴേ എല്ലാവരും ഈ ഭയങ്കര സന്തോഷത്തിലാണ്. ഫോട്ടോ എടുക്കുകയാണ്. ചില ആളുകളുണ്ടല്ലോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, എല്ലാവർക്കും ക്ലിയർ കിട്ടാനുള്ളതാണ്. ആ ഭാഗത്ത് ചെന്നാൽ നമുക്കേ ഇതിൻ്റെ ഫുള്ള് ഫ്രെയിമിൻ്റെ മുന്നിൽ നിന്നായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അതിൻ്റെ തിരക്കാണ് ആ കാണുന്നത്. നമുക്ക് ഇവിടെ നിന്നേ കിട്ടില്ല. ഇവിടെ നിന്നേ കുറച്ചൊക്കെ കിട്ടിയ ഫോട്ടോ. ഇവിടെ കണ്ടില്ല, എല്ലാവരും തിരക്കാണ്. കാരണം ഈ റൈഫിൾ ടവറിൻ്റെ ഇത് ഈ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ക്ലിയർ പിക്ക് ഇട്ട് ഇവിടെ നിന്നാണ്. അപ്പോൾ അതിൻ്റെ തിരക്കാണ് നിങ്ങളീ കാണുന്നത്. ഈ ഒരു തിരക്ക് എല്ലാവരും ഈ പറഞ്ഞ മാതിരി ഈ ഒരു ടവറ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ടവർ കാണാനുള്ള തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിന് മാത്രം കണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം. കാരണം ഇവിടെ വന്നൊരു ഫോട്ടോ എടുക്കുക, നല്ല ലുക്കുള്ളൊരു ടവറാണല്ലോ. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞാൽ ഫ്രണ്ട് ഫോട്ടോ എടുക്കുക. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ ഷോ, ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വാട്ടർ ഷോയും കാര്യങ്ങളൊക്കെ. നല്ല രസമാണ് പരിപാടി. അത്യാവശ്യം നല്ല ആളുകളുടെ തിരക്കുണ്ട്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കും. നല്ല തിരക്കുണ്ട് ആളുകളുടെ. അവിടെയൊക്കെ എന്തൊക്കെ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. KLCC മെട്രോ സ്റ്റേഷനാണിത്. KLCC മെട്രോ സ്റ്റേഷൻ അപ്പുറത്താണ്. അവിടെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ നേരെ വരുന്നത് ഈ കെട്ടിടത്തിലേക്കാണ്, ടവറിലേക്കാണ്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സിറ്റിയാണ് മെയിൻ, കോലാലംപൂർ ഇൻ്റർനാഷണൽ സിറ്റിയാണ് മലേഷ്യ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി കാഴ്ചകൾ കാണാനുണ്ട്. ഉള്ളിലേക്കൊന്ന് കയറണം നമുക്ക്.
അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ നേരെ മുന്നിലാണ്. ഇവിടെ കുറച്ചുകൂടി ഒഴിഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ട്വിൻ ടവറിൻ്റെ പെട്രോണാസ് ട്വിൻ ടവർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ചൈനക്കാരനെ പരിചയപ്പെട്ടു കേട്ടോ. ആള് ട്രാവൽ ചെയ്തിങ്ങനെ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് കോലാലംപൂർ വന്നിട്ടുള്ളത്. 3 ദിവസം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞു രാത്രി കുറച്ചുകൂടി നല്ല ഷോട്ടും കാര്യങ്ങളൊക്കെ കിട്ടും, വീഡിയോ നല്ല വ്യൂ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു വെയിറ്റ് ചെയ്യാണ് ഇത്ര രാത്രി വരെ, ഇരുട്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം നല്ല വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനും മുന്നേ ഇവിടെ വന്നൊരു വീഡിയോ രാത്രിത്തെ ഒരു ഷോട്ടൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നോക്കിയാൽ മനസ്സിലാകും. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. രാത്രിത്തെ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ, ലൈറ്റിംഗ് ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം സമയം 6:15. അതായത് നമ്മൾ ബാങ്കൊക്കെ കൊടുക്കാറായിട്ടുണ്ട്. സന്ധ്യാസമയം ആവാറായി. ഇപ്പോഴും ആൾക്കാർ നിറഞ്ഞിരിക്കുക തന്നെയാണ്. കണ്ടില്ല, എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ മറ്റൊക്കെ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇവിടെ സിറ്റിങ് കാര്യങ്ങളാണ് കേട്ടോ. ഈ ഭാഗത്ത് ബാക്കിൽ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം, ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം. അതായത് അവിടെ ഷോപ്പിംഗ് മാളോ കാര്യങ്ങളൊക്കെ ഉള്ളത്, ട്വിൻ ടവറിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ, അതിലേക്ക് നമ്മൾ പോകണം. ഓക്കെ, സംഭവം ഇവിടെ മുൻപ് വന്നതിനാട്ടിയും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പെട്രോണാസ് എന്ന് എഴുതിയിട്ടുള്ളൊരു വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടാൽ മനസ്സിലാക്കും. നിരത്തിട്ടിരിക്കുകയാണ് ഒരു റേസിങ്. പിന്നെ ഇതിനുള്ളിലായിട്ട് നമുക്ക് കാണാം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഉള്ളിൽ നല്ല തണുപ്പുണ്ട്, കാരണം കൂളിങ് നല്ല കൂളിങ് ഇട്ടിരിക്കുന്നത്. ഇതെന്താ വെച്ചാൽ ഒരേ സമയത്ത് നമുക്കിത് പുറത്തും എൻജോയ് ചെയ്യാം, ഉള്ളിൽ എൻജോയ് ചെയ്യാം. ഗായ്സ്, ദീപാവലി ആയിട്ട് ഇതിൽ നിരത്തി വെച്ചിട്ടുള്ള കണ്ടില്ല ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. ദീപാവലി, അതായത് ഇന്ത്യയുടെ ദീപാവലി ഇവിടെ ഇങ്ങനെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുള്ളൂ. ഇവിടെ തമിഴന്മാർ ഒരുപാടുണ്ട്. പണ്ട് മുതലേ തമിഴന്മാർ ഇവിടേക്ക് കുടിയേറി വന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുള്ളതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യൻ കൾച്ചറായിട്ടുള്ള ഈ ദീപാവലിയൊക്കെ ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് ടോട്ടല് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇനി സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ 4 ഫ്ലോറുണ്ട് പെട്രോണാസ് മാൾ. പെട്രോണാസ് മാൾ എന്നാണ് ഇതിൻ്റെ പേര്. 4 ഫ്ലോർ അടങ്ങിയിട്ടുള്ള ഒരുപാട് നടന്ന് കാണാനുണ്ട്. ഈ മാളിലൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് നടന്നിങ്ങനെ ടൈം പോകണമെന്ന് അറിയില്ല. ഇപ്പോൾ സമയം 6:20 കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ മൊത്തം നടന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ 8-9 മണിയാവും ഇറങ്ങാൻ. അപ്പോൾ ഏറ്റവും നല്ല എന്താ വെച്ചാൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാണ്ട് മാത്രം മാളിൽ കയറുക, അല്ലെങ്കിൽ ജസ്റ്റ് എൻജോയ് ചെയ്യുക, ടൈം പാസിനായിട്ടും കയറുക, അത്രയുള്ളൂ പറ്റും. ടൈം പാസ് നല്ലതാണ് ഇവിടെ. ഇപ്പോൾ കണ്ടില്ല, ഇവിടെ എന്തൊക്കെയോ വരുന്നുണ്ട് ഷോ. ദീപാവലി, ഹാപ്പി ദീപാവലി 6 to 22 ഒക്ടോബർ വരെ റെഡീമാണ്. റെഡീമബിൾ ഓഫറും കാര്യങ്ങളൊക്കെ, വൗച്ചറും കാര്യങ്ങളൊക്കെയാണ്. തമിഴിലൊക്കെ എഴുതിയിട്ടുണ്ട് ഹാപ്പി ദീപാവലി. അതിൻ്റെ താഴെ തമിഴിൽ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മലേഷ്യയിൽ പെട്രോണാസ് മാളിൽ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണോ മാളുള്ളത് അതേപോലെ തന്നെയാണ്. വലിയ പ്രത്യേകതകളൊന്നും നമുക്ക് കാണാനില്ല. കുറേ ഫുഡ് കോർട്ട് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഇതൊരു ഫുഡ് കോർട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടോ. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ മൊത്തം ഫുഡ് കോർട്ടാണ്. ചിക്കനൊക്കെ ഉണ്ട്, നിരത്തിട്ടൊക്കെയാണ്. ചെമ്മീൻ, ചിക്കൻ ഐറ്റംസ് എല്ലാതും ഉണ്ട് കേട്ടോ. വെറൈറ്റി ഐറ്റംസ്. നമ്മളിവിടുത്തെ ഒരു കുറേ റെസ്റ്റോറൻറ്റുള്ള വേറെ ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഏതൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇത് 4th ഫ്ലോറിലാണ്, ഏറ്റവും മുകളിലാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കേട്ടോ. ഇതിനടിയിൽ 3rd ഫ്ലോർ ഉണ്ടായിരുന്നു. അങ്ങനെ 4 ഫ്ലോറാണ് ഇവിടെ വരുന്നത്. ആളുകൾ ഇന്ന് ഭക്ഷണം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ട്വിൻ ടവറിൻ്റെ താഴെയുള്ളത് തിരിച്ച് പോവുകയാണ്. മാളിൽ കയറി ട്വിൻ ടവർ പെട്രോണാസ് മാളിൽ കയറി, അതുപോലെ തന്നെ ട്വിൻ ടവർ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ തിരിച്ച് ഇനി മെട്രോ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, റൂമിലേക്ക് പോകും, സെൻട്രലിലേക്ക്.
അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആദ്യം, പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.